Hi, welcome to Code Eureka. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരന്റിനുള്ള പ്രോപ്പർട്ടീസ് ഒരു ചൈൽഡിന് കിട്ടുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫാദറിന്റെ ഹൈറ്റ്, കളർ, ഇതൊക്കെ ഒരു ചൈൽഡിന് കിട്ടുന്നതിന് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇതുപോലെ തന്നെ നമുക്ക് CPPനും ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം. CPPയിൽ നമ്മൾ പേരന്റ് ക്ലാസിന്റെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും ചൈൽഡ് ക്ലാസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ചൈൽഡ് ക്ലാസ്സിന് കിട്ടും. പിന്നെ ആ ചൈൽഡ് ക്ലാസ്സിന് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്സാമ്പിൾ ഇവിടെ ഒരു ഇലക്ട്രോണിക്സ് എന്നൊരു പേരന്റ് ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന് ആട്രിബ്യൂട്ട് മോഡൽ പ്രൈസ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് മോഡലും ഉണ്ട് പ്രൈസും ഉണ്ട്. അത് കാണിക്കാനുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, ഷോ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഫംഗ്ഷനും ഉണ്ട്. ഇത് ഈ മോഡലും പ്രൈസും കാണിക്കാനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അതിന് രണ്ട് ചൈൽഡ് ക്ലാസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. മൊബൈൽ എന്ന് പറഞ്ഞ ഒരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ടെലിവിഷൻ എന്ന് പറഞ്ഞ ഒരു ചൈൽഡ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മൊബൈൽ എന്ന് പറഞ്ഞ ചൈൽഡ് ക്ലാസ്സിനും മോഡലും പ്രൈസും ഉണ്ട്, ടെലിവിഷനും മോഡലും പ്രൈസും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ക്ലാസ്സിനും ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോഡ് എഴുതുന്നത് നമുക്ക് ഒഴിവാക്കാം. അതിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ ഈ മൊബൈൽ എന്ന് പറഞ്ഞ ക്ലാസ്സിന് കിട്ടാൻ വേണ്ടി മൊബൈലിലെ ഇതിൻ്റെ ഒരു ചൈൽഡ് ക്ലാസ് ആക്കി, ഇലക്ട്രോണിക്സിൻ്റെ ഒരു ചൈൽഡ് ക്ലാസ് ആക്കി കഴിഞ്ഞാൽ, മൊബൈലിനെ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ചൈൽഡ് ക്ലാസ് ആക്കി കഴിഞ്ഞാൽ ഈ ആട്രിബ്യൂട്ടും ഈ മെത്തേഡ്സും ഈ മൊബൈലിന് കിട്ടും. അതുപോലെ ഈ ടെലിവിഷനെയും ഒരു ചൈൽഡ് ക്ലാസ് ആക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ആട്രിബ്യൂട്ടും മെത്തേഡ്സും ഈ ടെലിവിഷനും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് C++ൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കോഡ് ബോക്സിൻ്റെ എഡിറ്ററാണ്. ഇത് നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. പേരന്റ് ക്ലാസ് ഇവിടെ നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോണിക്സ് പബ്ലിക്കായിട്ട് രണ്ട് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പ്രൈസ്, മോഡൽ. ഇനി നമുക്കൊരു ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷന് ഒരു Cout മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഇതിന് മോഡൽസിനെയും പ്രൈസിനെയും ഡിസ്പ്ലേ ചെയ്യുന്നു, ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്. ഇനി നമുക്ക് ഇനി ഒരു ചൈൽഡ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് മൊബൈൽ. ഇനി നമുക്ക് പേരന്റിനെ ഇങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളൻ കൊടുക്കുക. അതിനുശേഷം പേരന്റ് ക്ലാസ് പബ്ലിക്കായിട്ട് നമുക്ക് പേരന്റ് ക്ലാസ്സിനെ ഇങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്യാം. പബ്ലിക് സ്പേസ് ഇലക്ട്രോണിക്സ്. ഇതാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ്. നമ്മളിപ്പോൾ ഏത് ക്ലാസ്സാണോ ചൈൽഡ് ക്ലാസ്സിൻ്റെ പേര് ആദ്യം കൊടുക്കുന്നു, അതിനുശേഷം കോളൻ കൊടുക്കുക, അതിനുശേഷം പബ്ലിക് പേരന്റ് ക്ലാസ്സിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഈ മൊബൈൽ എന്ന് പറഞ്ഞ ആ ക്ലാസ്സിന് ഈ പേരന്റ് ക്ലാസ്സിൻ്റെ ഇത്രയും സാധനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും കോഡ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇത്രയും പ്രോപ്പർട്ടീസും ഫങ്ഷൻസും ഇതിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ മൊബൈലിന് ഇപ്പോൾ പ്രൈസ് ഉണ്ട്, മോഡലുണ്ട്, ഷോ ഡീറ്റെയിൽസ് എന്നൊരു ഫംഗ്ഷനും ഉണ്ട്. ഇതുപോലെ നമുക്ക് എത്ര ചൈൽഡ് ക്ലാസ് വേണമെങ്കിലും എഴുതിയതിന് ശേഷം അതിനെ ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ മൊബൈലിൻ്റെ ചൈൽഡ് ക്ലാസ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ ക്ലാസ് എന്ന് എഴുതിയിട്ട് പുതിയ ക്ലാസ് കൊടുക്കുക, അതിനുശേഷം കോളൻ പബ്ലിക് മൊബൈൽ എന്ന് കൊടുത്താൽ ഈ മൊബൈലിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഇപ്പം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ക്ലാസ് ഉണ്ടല്ലോ, ഈ ചൈൽഡ് ക്ലാസ്സിന് ഇനി എന്തെങ്കിലും എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് റൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഇനി എക്സ്ട്രാ ഒരു ഫംഗ്ഷനും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഈ ക്ലാസിൻ്റെ ഈ ബേസ് ക്ലാസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടിക്കഴിയും. ബാക്കി എക്സ്ട്രാ ഉള്ളത് മാത്രം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മൊബൈലിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഈ പേരൻറ്റിൻ്റെ പ്രൈസും മോഡലും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമുക്കൊരു മൊബൈൽ സാംസങ് എന്ന് പറഞ്ഞ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം സാംസങ് ഡോട്ട് കളർ, അതിൻ്റെ പ്രോപ്പർട്ടീസും ഫങ്ഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മോഡൽ ഇൻസെർട്ട് ചെയ്യണം. നോട്ട് 20 പ്രൈസ് സാംസങ് ഡോട്ട് പ്രൈസ് ഒരു 1 lakh കൊടുക്കാം. ഈ സാംസങ് ഡോട്ട് ഷോ ഡീറ്റെയിൽസ് റൺ ചെയ്ത് മോഡൽ നോട്ട് 20 പ്രൈസ് മോഡൽ. ഇത്രേ ഉള്ളൂ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ആദ്യം ഒരു ബേസ് ക്ലാസ് എഴുതി, ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു ബേസ് ക്ലാസ് നമ്മൾ എഴുതി. അതിനുശേഷം ഇതിൻ്റെ ഒരു ചൈൽഡ് ക്ലാസ് മൊബൈൽ എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ ഇങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്തു.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്രയും കോഡ് ഇവിടെ വന്നു. ഇവിടെ നോക്കി നമ്മുടെ മൊബൈൽ എന്ന് പറഞ്ഞ ആ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം പേരൻറ്റ് ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ് ആണ് നമ്മളോട് ആക്സസ് ചെയ്തിരിക്കുന്നത്. മോഡലും പ്രൈസും ഒക്കെ പേരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതാണ് ഷോ ഡീറ്റെയിൽസ്. ഇങ്ങനെ എത്ര ക്ലാസ് വേണമെങ്കിലും എഴുതാം. ഇതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസും ഒക്കെ ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.